കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായി. 10ാം ക്ലാസ്സുകാരനാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 6 അതിനിടെ സർക്കാരിൽ നിന്ന് ഒരാൾ പോലും ആശ്വാസവാക്കുമായി എത്തിയില്ലെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണെന്നും ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്നും പിതാവ് ഇക്ബാൽ 24നോട് പറഞ്ഞു. എത്രയും വേഗം ഇനിയും ഇതിൽ ഉൾപ്പെട്ട ആളുകളെ പുറത്തു കൊണ്ടുവരും. ഇനിയും ആളുകളുണ്ട്, ഇതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്, അതൊക്കെ അന്വേഷിക്കും. ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മൾ പറയാനുള്ളത്. ഒരു രക്ഷിതാവിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു എന്താണോ ഉചിതമായ ഒരു തീരുമാനം, അത് ഏതാണോ കുറ്റവാളി അവരെ നമുക്ക് മാതൃകാപരമായി ശിക്ഷിച്ച് അതിന് നീതി എന്താണോ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുണ്ടോ? ഈ കുടുംബം പറയുന്നത് എന്താണ്? അനുജ, കൂടുതൽ അറസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാവുന്ന വിവരം. ആദ്യം 5 വിദ്യാർത്ഥികളെയാണ് ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. അപ്പോഴും കൂടുതൽ പേർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം പോലീസിന് സംശയമുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടിയെ ഉടൻ തന്നെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതിനോടകം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണത്തിനൊടുവിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഇപ്പോഴും 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നതിനാൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ പരീക്ഷാ ക്രമീകരണങ്ങൾ കഴിയുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുക. അതേസമയം കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇപ്പോഴും സർക്കാരിൽ നിന്നും ഒരു ആശ്വാസവാക്കായി ഒരാൾ പോലും എത്തിയിട്ടില്ല എന്നതാണ്. ഒരു മന്ത്രിയോ അല്ലെങ്കിൽ MLA യോ ഒരു ജനപ്രതിനിധി പോലും സർക്കാരിനെ ഭാഗമായി വീട്ടിലെത്തിയ ഒരു ആശ്വാസവാക്ക് നൽകിയിട്ടില്ല എന്ന് കുടുംബം ഇപ്പോഴും പറയുന്നു. അതേസമയം സർക്കാരിലും പോലീസിലും പൂർണ്ണ വിശ്വാസം കുടുംബത്തിനുണ്ട്. ഈ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി കുടുംബത്തിന് നീതി ലഭ്യമാക്കുമെന്ന പ്രതീക്ഷ കുടുംബത്തിന് ഇപ്പോഴും ഉണ്ട്. അനുജ, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.